കാട്ടാനകൾക്കും കാട്ടുപോത്ത്, പുലി, കടുവ എന്നിവയ്ക്കൊപ്പം മലയോരത്തെ ജനവാസ മേഖലയിൽ കാട്ടുപന്നി ശല്യവും രൂക്ഷമാകുന്നു. കഴിഞ്ഞ ദിവസം കട്ടപ്പന നത്തുകല്ലിൽ നെയ്വേലിക്കുന്നൽ സെബാസ്റ്റ്യൻ കുര്യൻ തലനാരിഴയ്ക്കാണ് കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. പകൽ സമയത്താണ് കാട്ടുപന്നികൾ കൂട്ടമായി കൃഷിയിടങ്ങളിലേക്ക് എത്തുന്നത്. രാവിലെ വീടിന് പുറത്തേക്ക് ഇറങ്ങിയ സമയത്താണ് സമീപത്തെ കൃഷിയിടത്തിൽ നിന്നും 2 കാട്ടുപന്നികൾ ഇദ്ദേഹത്തിന്റെ മുൻപിലേക്ക് ചാടി വീണത്. ശബ്ദം കേട്ടതോടെ ഓടിമാറി. തലനാരിഴയ്ക്കാണ് താൻ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ടതെന്ന് ഇദ്ദേഹം പറയുന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങി ഇങ്ങോട്ട് ഈ സൈഡിലേക്ക് വന്നപ്പോൾ ഒരു ചെറിയ ശബ്ദം കേൾക്കുന്ന പോലെ തോന്നി. അപ്പോൾ ഞാൻ വിചാരിച്ച് എന്താ ഇതാന്ന് നോക്കുമ്പോൾ മോള് നിൽക്കുമ്പോൾ 2 പന്നി ഒരു 70-80 കിലോ വെയിറ്റ് കാണും. എടുത്ത് ഈ മോള് നിൽക്കാം. ഉടനെ ഹോയ് എന്ന് വെച്ചപ്പോഴത്തേനും എൻ്റെ മുകളിലേക്ക് ചാടാൻ നോക്കുമ്പോൾ ഞാൻ ചാടി അപ്പുറത്തേക്ക് പോയി. അത് ഇവിടുന്ന് ചാടി രക്ഷപ്പെട്ടു. പിന്നെ ഞാൻ CCTV ചെക്ക് ചെയ്തപ്പോൾ അതിൻ്റെ ഫോട്ടോ ഒക്കെ കാണാൻ പറ്റി. രാത്രി സമയങ്ങളിലാണ് കാട്ടുപന്നികൾ കൃഷിയിടത്തിലെത്തിയിരുന്നതെങ്കിൽ ഇപ്പോൾ പകൽ സമയത്തും കാട്ടുപന്നികൾ കൂട്ടമായി ജനവാസ മേഖലയിലും കൃഷിയിടങ്ങളിലും തമ്പടിക്കുകയാണ്. കാട്ടുപന്നികളെ പേടിച്ച് വീടിന് പുറത്തിറങ്ങാൻ കഴിയാത്ത സ്ഥിതിയാണെന്ന് നാട്ടുകാർ പറയുന്നു. കിഴങ്ങുവർഗത്തിൽപ്പെട്ട കൃഷികളൊന്നും നട്ടുപിടിപ്പിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ്. മലയോരത്ത് ആനപ്പേടിയിൽ വാഴ അടക്കമുള്ള കൃഷികൾ കർഷകർ ഉപേക്ഷിക്കുകയാണ്. കാട്ടുപന്നി ശല്യം രൂക്ഷമായതോടെ കപ്പ, ചേന, ചേമ്പ് തുടങ്ങിയ തന്നാണ്ട് വിളകളുടെയും കൃഷി ഉപേക്ഷിക്കേണ്ട സാഹചര്യമാണെന്നാണ് കർഷകർ പറയുന്നത്. സിറ്റി വിഷൻ, കട്ടപ്പന.